بالحق والعدل التواصي بالجمال عبادة حسن التأمل بالإله وصال كالجمال يرى ويطلب نبعه كالقرب حين دعاء تداعب طفلها وتظنه أملا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രാവിലത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ ബേസിക് ലെവലിൽ മുസ്ലിംസിന് ഗ്ലോ അപ്പ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സ്റ്റഡി ടിപ്പ് പറഞ്ഞപ്പോൾ വീഡിയോ തീരാറായതുകൊണ്ട് കുറച്ച് പെട്ടെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടും കൂടെ പറയാമെന്ന് വിചാരിച്ച്. ഇതിനു മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ഇസ്ലാമിക് ക്വിസിൻ്റെ ആൻസർ പറയാം. കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ, ഖുർആനിലെ ഏത് സൂറത്തിനെയാണ് ഉമ്മുൽ കിതാബ് എന്നറിയപ്പെടുന്നത്? ആൻസർ സൂറത്തുൽ ഫാത്തിഹ എന്നാണ്. ഇനി ഇന്നത്തെ ഇസ്ലാമിക് ക്വിസ് ചോദിക്കാം. ഖുർആനിൽ എത്ര സൂറത്തുകളാണ് മൊത്തത്തിലുള്ളത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യ്, ഇല്ലെങ്കിൽ ആൻസർ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. ഇനി ഞാൻ ഗ്ലോ അപ്പ് ചെയ്യാനുള്ള ടിപ്സ് പറഞ്ഞു തരാം. ഒന്നാമത്തത്, നമ്മൾ എന്നും രാവിലെ നേരത്തെ ഉറക്കം എഴുന്നേൽക്കണം. എന്നും എഴുന്നേൽക്കുന്ന സമയം ഒരു സമയത്തായിരിക്കണം. ഇപ്പോൾ രാവിലെ സുന്നത്തൊന്നും നിസ്കരിക്കാതെ സുബഹി മാത്രം നിസ്കരിക്കുന്നവരാണെങ്കിൽ 5:30-ക്കെങ്കിലും എണീക്കണം. രാവിലെ എണീക്കുമ്പോൾ വലത്ത് വശം ചരിഞ്ഞിട്ട് അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹി നുശൂർ എന്ന് പറയണം. പിന്നെ സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും 3 പ്രാവശ്യം ഓതണം. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും നിസ്കരിക്കാൻ വേണ്ടി ഒളു എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ പല്ല് ബ്രഷ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ 5 പ്രാവശ്യം ഒളു എടുക്കുന്നെങ്കിൽ 5 പ്രാവശ്യവും ഒളു എടുക്കുന്നതിന് മുമ്പ് പല്ല് ബ്രഷ് ചെയ്യണം. അടുത്ത കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഒരു സുന്നത്ത് നിസ്കാരവും നിസ്കരിച്ചില്ലെങ്കിലും നമ്മൾ നമ്മുടെ ഫർള് നിസ്കാരങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. എപ്പോഴും ഫർള് നിസ്കാരങ്ങൾ നമ്മൾ നിസ്കരിക്കണം. എല്ലാ ഫർള് നിസ്കാരത്തിന് ശേഷവും ആയത്തുൽ കുർസിയും പിന്നെ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാ, 33 അല്ലാഹു അക്ബറും ഓതണം. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ഖുർആൻ ഓതുന്നത് പതിവാക്കണം. ഒന്നുകിൽ ദിവസത്തിൽ 2 പ്രാവശ്യം, അതായത് സുബഹിക്ക് ശേഷവും മഗ്‌രിബിന് ശേഷവും, അല്ലെങ്കിൽ ദിവസത്തിൽ 1 പ്രാവശ്യമെങ്കിലും നമ്മൾ ഖുർആൻ ഓതണം, അതായത് മഗ്‌രിബിന് ശേഷം. അല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച്, ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ തിരക്കൊക്കെ ആയിരിക്കത്തില്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഏത് നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഖുർആൻ ഓതാൻ സമയമുള്ളത് ആ സമയത്ത് ഓതണം. ഇപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ടെന്നല്ല, ആ ദിവസത്തിൽ ഏത് സമയം നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്നു ആ സമയത്ത് ഖുർആൻ ഓതണം. ഇനി അടുത്തത്, നമ്മൾ എല്ലാ ദിവസവും കുളിക്കണം. നമ്മൾ എപ്പോഴും നീറ്റായിട്ടിരിക്കണം. നമ്മൾ ധരിക്കുന്ന ഡ്രസ്സും എന്നും നീറ്റായിട്ടുള്ളതേ ധരിക്കാവൂ. നമ്മുടെ വീട്ടിൽ നോൺ മെഹ്റംസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പെർഫ്യൂമൊക്കെ അടിച്ചിട്ട് നിൽക്കാം. ഇനി അടുത്തത് സ്കിൻ കെയർ ആണ്. നമ്മൾ വീക്കിലി 3 പ്രാവശ്യമെങ്കിലും ഫേസ് പാക്ക് ഇടണം. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പറ്റും, നമ്മുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് ഏതാണ് ചേരുന്നത് അതനുസരിച്ചുള്ള ഫേസ് പാക്ക് നമ്മൾ ഇടണം. പിന്നെ നമ്മൾ 2 പ്രാവശ്യം വീക്കിലി സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറി സ്മൂത്ത് ആവും. നമ്മളിപ്പോൾ ഫേസ് പാക്ക് ഇട്ടില്ലെങ്കിലും നമ്മൾ വീക്കിലി സ്ക്രബ് എങ്കിലും ചെയ്യണം. നമുക്ക് വീട്ടിൽ തന്നെ സ്ക്രബ് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ റൈസ് പൗഡറും കുറച്ച് പാലും ഒക്കെ ഒഴിച്ച് ഫേസിൽ സ്ക്രബ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കണം. നമുക്ക് ആരോഗ്യമുള്ള ഫുഡൊക്കെ നമ്മൾ കഴിക്കണം. നമുക്ക് വയറ് നിറയുന്നവരെ നമ്മൾ കഴിക്കാവൂ. നമ്മൾ ഓവർ ഫുഡൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് സ്ത്രീകളും വിചാരിക്കും ഫുഡ് വേസ്റ്റായി പോവത്തില്ലേ, അപ്പോൾ കഴിക്കുന്നതാണ് നല്ലതെന്ന്. വയറ് നിറഞ്ഞാലും അതിൽ കൂടുതൽ കഴിക്കും. അപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ ആവശ്യത്തിനനുസരിച്ച് കുക്ക് ചെയ്യാവൂ. നമ്മൾ ഒരിക്കലും ആവശ്യത്തിൽ കൂടുതൽ ഫുഡ് കഴിക്കരുത്. നമ്മുടെ ഓരോ ദിവസത്തിലും നമുക്ക് പ്ലാൻ ഉണ്ടായിരിക്കണം. നമ്മൾ രാവിലെ എത്ര മണിക്ക് എണീക്കുന്നു, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എത്ര മണിക്ക് മുമ്പ് നമ്മുടെ ജോലികൾ തീർക്കണം, എത്ര മണിക്ക് മുമ്പ് നമ്മൾ ഓരോ കാര്യങ്ങൾ തീർക്കണം, അതൊക്കെ നമുക്ക് പ്ലാൻ ഉണ്ടായിരിക്കണം. ഇപ്പോൾ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 11 മണി 12 മണിക്ക് മുമ്പ് നമ്മൾ കുക്കൊക്കെ ചെയ്ത് പാത്രങ്ങളൊക്കെ കഴുകി എല്ലാം നീറ്റാക്കി വെക്കണം. പിന്നെ അടുത്ത വൈകിട്ട് കുക്ക് ചെയ്യുന്നത് എത്ര മണിക്ക് തുടങ്ങണം, എത്ര മണിക്ക് തീർക്കണം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് വെക്കണം. നമ്മൾ വീട്ടിലെ ഓരോ ജോലികൾ ചെയ്യുന്നതായാലും എവിടെയെങ്കിലും യാത്ര പോകുമ്പോഴായാലും നമ്മൾ നിയ്യത്ത് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതെല്ലാം ഇബാദത്തായി മാറും.
ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നവരായാലും പഠിക്കുന്നതിന് മുമ്പ് നിയത്ത് ചെയ്യണം. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതും ഇബാദത്തായിട്ട് മാറും. നിങ്ങൾ എല്ലാ ദിവസത്തെയും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ എത്ര സമയം ആ ദിവസത്തിൽ പഠിക്കണമെന്നും കൂടെ പ്ലാൻ ചെയ്യണം. എന്നിട്ട് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കണം. അള്ളാഹുവെ, എനിക്ക് ഇത്ര സമയം വരെ പഠിക്കാനുള്ള മനസ്സ് തരണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങണം. അപ്പോൾ നിങ്ങൾ 3 മണിക്കൂറൊക്കെ ഒരുമിച്ചിരുന്ന് പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നേരം ബ്രേക്ക് വെച്ചിട്ട് വേണം പഠിക്കാൻ വേണ്ടിയുള്ള ടിപ്സ് ചോദിച്ച് കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു വഴി പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ ഒരു നോട്ട്ബുക്ക് എടുക്കണം. ഒരു നോട്ട്ബുക്കിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും പേരെഴുതി വെക്കണം. എന്നിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും മൊഡ്യൂളിൻ്റെ പേരെഴുതണം. എന്നിട്ട് മൊഡ്യൂളിലുള്ള എല്ലാ ടോപ്പിക്സും ആ ഓരോ മൊഡ്യൂളിൻ്റെ താഴെയും എഴുതി വെക്കണം. നമുക്ക് എക്സാമിൻ്റെ ഡേറ്റ് നേരത്തെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഓരോ സബ്ജക്റ്റും എത്ര ദിവസം കൊണ്ട് നമ്മൾ പഠിച്ച് തീർക്കണമെന്ന് ആ സബ്ജക്റ്റിൻ്റെ നേരെ എഴുതി വെക്കണം. എന്നിട്ട് ഓരോ മൊഡ്യൂളും അതിൽ എത്ര ദിവസത്തിൽ നമ്മൾ പഠിച്ച് തീർക്കണമെന്ന് എഴുതി വെക്കണം ആ മൊഡ്യൂളിൻ്റെ നേരെ. അപ്പോൾ നമ്മൾ ഓരോ മൊഡ്യൂളും പഠിക്കാൻ എടുക്കുമ്പോൾ വൈറ്റ് പേപ്പറിൽ നമ്മൾ എഴുതി പഠിക്കണം. ഓരോ മൊഡ്യൂളിൻ്റെ ഹെഡിങ് എഴുതി വെച്ച് എന്നിട്ട് നമ്മൾ നേരത്തെ അതിൽ എത്ര ടോപ്പിക് ഉണ്ടെന്ന് നോട്ട്ബുക്കിൽ എഴുതി വെച്ചായിരുന്നല്ലോ, ആ ഓരോ ടോപ്പിക്കും നമ്മൾ പഠിക്കണം. എന്നിട്ട് നമ്മൾ പഠിക്കുന്നതനുസരിച്ച് ആ മറ്റേ നോട്ട്ബുക്കിൽ ടിക്ക് ചെയ്ത് വെക്കണം. നമുക്കിപ്പോൾ ChatGPT-യിലിട്ടായാലും യൂട്യൂബിലായാലും ഒരുപാട് ക്ലാസ്സൊക്കെ ഉണ്ടല്ലോ എല്ലാ പഠിക്കുന്നതിൻ്റെയും. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ളത് പഠിച്ച് നമ്മൾ വൈറ്റ് പേപ്പറിൽ എഴുതി വെക്കണം. അപ്പോൾ ഓരോ മൊഡ്യൂൾ തീരുമ്പോഴും സ്റ്റാപ്ലെയർ ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് എക്സാം സമയമാകുമ്പോൾ നമുക്ക് ഇത് നോക്കി പഠിച്ചാൽ മതിയല്ലോ. ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് പഠിക്കാൻ ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത്. അടുത്ത ഗ്ലോ അപ്പ് ടിപ്പ് പറഞ്ഞു തരാം. നമ്മൾ എല്ലാ ദിവസവും പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫാമിലിയായിട്ട് മിങ്കിൾ ചെയ്യാനും സംസാരിക്കാനും വേണ്ടിയിട്ട് സമയം മാറ്റി വയ്ക്കണം. നമുക്ക് ഫോണും ഉണ്ട്, ഫോൺ വേറെ, ഫാമിലിയായിട്ട് മിണ്ടാനുള്ള സമയം വേറെ. ഇപ്പോൾ നമ്മൾ ഫോൺ നോക്കിയിരുന്ന് ഫാമിലിയടുത്ത് മിണ്ടുന്നത് അതൊഴിവാക്കിയിട്ട് നമ്മൾ ഫാമിലിയടുത്ത് മാത്രം മിണ്ടാൻ വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തി വയ്ക്കണം. ചിലരൊക്കെ ഗൾഫിലായിരിക്കും, ഹസ്ബൻഡും ഫാദറും ഒക്കെ. അപ്പോൾ എല്ലാ ദിവസവും അവരടുത്ത് മിണ്ടാൻ കൂടി അവരെ വിളിച്ച് സംസാരിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. പിന്നെ അടുത്ത കാര്യം, നമ്മൾ നേരത്തെ ഉറങ്ങണം. നമ്മൾ 10:30-ക്കെങ്കിലും ഉറങ്ങിയിരിക്കണം. പിന്നെ ഓരോരുത്തരുടെ സാഹചര്യമാണ്. ചിലപ്പോൾ അവരുടെ ജോലിയൊക്കെ അനുസരിച്ച് അവർക്ക് 10:30-ക്കൊന്നും ഉറങ്ങാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നേരത്തെ ഉറങ്ങാൻ പറ്റുന്ന സമയം ഇത്. ആ സമയത്ത് നിങ്ങൾ ഉറങ്ങണം. ഉറങ്ങുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് നിങ്ങൾ ഫോൺ മാറ്റി വെക്കണം. രാവിലെ എണീക്കാനുള്ള അലാറം സെറ്റ് ചെയ്തിട്ട് വേണം ഫോണൊക്കെ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഫോൺ മാറ്റി വയ്ക്കുന്നത് നിങ്ങൾ കിടക്കുന്ന ബെഡിൽ നിന്ന് എണീറ്റ് നിങ്ങൾക്ക് പോയി ഓഫാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം എത്രയുണ്ടോ അത്രയും ദൂരത്തിൽ വേണം ഫോൺ മാറ്റി വയ്ക്കാൻ. ഉറങ്ങുന്നതിന് 15 മിനിറ്റൊക്കെ മുമ്പ് നിങ്ങൾ പോയി ഒളു എടുത്തിട്ട് സൂറത്തുൽ മുൽക്ക് ഓതണം, പിന്നെ ആമന റസൂൽ ഓതണം, പിന്നെ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, സൂറത്തുൽ നാസ് 3 പ്രാവശ്യം ഓതണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ആ ദിവസം കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം എടുത്ത് പറഞ്ഞ് അൽഹംദുലില്ലാ പറയണം. പിന്നെ നിങ്ങൾക്ക് ആ ദിവസം നിങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകളെടുത്ത് അള്ളാഹുവിൻ്റെ അടുത്ത് മാപ്പ് പറയണം. എന്നിട്ട് നിങ്ങൾ വലത്ത് വശം ചരിഞ്ഞ് അല്ലാഹുമ്മ ബിസ്മിക അമൂതു വ അഹ്യ എന്ന് പറഞ്ഞിട്ട് ഉറങ്ങണം. എന്നിട്ട് നിങ്ങൾ രാവിലെ അലാറം കേൾക്കുമ്പോൾ എണീക്കണം. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും പാടുള്ള കാര്യം. നിങ്ങൾ കുറച്ച് ദിവസം അങ്ങനെ ശീലിച്ചാൽ നിങ്ങൾക്ക് എന്നും ഒരേ സമയത്ത് എണീക്കാൻ പറ്റും. എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എങ്ങനെ നേരത്തെ എണീക്കാമെന്ന്. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ എണീക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഏറ്റവും നേരത്തെ സമയത്ത് എണീക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾ 3 മണിക്കൊക്കെ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എണീക്കണം. അപ്പോൾ നിങ്ങൾക്ക് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് വീണ്ടും ഉറങ്ങാൻ സമയം കിട്ടുമല്ലോ. പിന്നെ സുബഹിക്ക് എണീറ്റാൽ മതിയല്ലോ. ആദ്യം നിങ്ങൾ മിനിമം റക്കാത്ത് വെച്ച് നിസ്കരിക്കണം. അതായത് തഹജ്ജുദിൻ്റെ മിനിമം റക്കാത്ത് 2 അപ്പോൾ 2 റക്കാത്ത് വെച്ച് തഹജ്ജുദ് നിസ്കരിച്ച് തുടങ്ങണം. അപ്പോൾ നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാനുള്ള അലാറം കേൾക്കുമ്പോൾ ആലോചിക്കണം, 2 റക്കാത്തല്ലേ നിസ്കരിക്കാനുള്ള. അള്ളാഹു നമ്മളെ വിളിക്കുകയാണ്. വേറെ ഒരുപാട് പേര് ഈ സമയത്ത് കിടന്നുറങ്ങുകയല്ലേ, എന്നെ അള്ളാഹു ആയിരിക്കും ഉണർത്തിയത് എന്നൊക്കെ ആലോചിച്ച് അള്ളാഹു നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ് എന്ന് അപ്പം ആലോചിക്കണം. എന്നിട്ട് എണീക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്നും എണീറ്റ് ശീലമായി തുടങ്ങുമ്പം പിന്നെ നിങ്ങളുടെ റക്കാത്തുകളൊക്കെ സാധാരണയായിട്ട് കൂട്ടി വരണം. ഈ വീഡിയോയിൽ പറഞ്ഞത് ഞാനൊരു ബേസിക് ലെവലായിട്ടുള്ള ഗ്ലോ അപ്പ് ടിപ്പാണ്. ഇതിൽ കൂടുതൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഒന്നും ചെയ്യാത്തവർ ഇത് ചെയ്ത് ശീലിക്കുമ്പോൾ പിന്നെ നിങ്ങൾ തന്നെ അപ്ഡേറ്റ് ആയിക്കോളും.
ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.